ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആത്മീകം എന്നുള്ള ഈ ചാനൽ ആദ്യം മുതൽക്ക് കാണുന്നവർക്കറിയാം, നമ്മൾ ആദ്യമെല്ലാം തിരുപ്പതി യാത്രാ വിശേഷങ്ങളെക്കുറിച്ചും അവിടുത്തെ എങ്ങനെയാണ് ദർശനം ചെയ്യേണ്ടത് എന്ന രീതികളെക്കുറിച്ചുമുള്ള വീഡിയോകളാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ ഒരുപാടെല്ലാം അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ വരുന്നത് കാരണമാണ് ഞാൻ കുറേശ്ശെയായിട്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഇടാത്തത്. പക്ഷേ ഇന്ന് നമുക്ക് തിരുപ്പതി യാത്രാ വിശേഷങ്ങൾ എങ്ങനെയാണ് ആദ്യമായി ദർശനത്തിന് പോകുന്നവരും അതല്ല നമുക്ക് ഇപ്രാവശ്യം ദർശനത്തിന് പോകണമെന്ന് ആഗ്രഹമുള്ളവരും എങ്ങനെയാണ് പോയി ദർശനം ചെയ്യേണ്ടത്, ഏതു രീതിക്കാണ് പോകേണ്ടത്, ആരെയാണ് ആദ്യം തൊഴുതേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം മുഴുവനായിട്ടുള്ള ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ തിരുപ്പതി യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ യാത്ര തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ ഒരു തീയതി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും. തിരുപ്പതി ക്ഷേത്ര ദർശനത്തിന് ആദ്യം എത്ര രീതിയിലുള്ള ദർശനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദർശനം എന്ന് പറയുന്നത് 300 രൂപ ദർശന ടിക്കറ്റ്. അത് കഴിഞ്ഞാൽ വിർച്വൽ സേവ എന്ന് പറയുന്ന 500 രൂപയുടെ ദർശന ടിക്കറ്റ്, 1000 രൂപയുടെ കല്യാണോത്സവ ടിക്കറ്റ്. അതുപോലെ തന്നെ നമുക്ക് ആർജിത സേവ എന്ന് പറയുന്ന നേരിട്ട് നമുക്ക് ഓൺലൈനിലൂടെ എടുക്കാവുന്ന 500 രൂപയുടെയും 1000 രൂപയുടെയും ദർശന ടിക്കറ്റ്. ഇനി സീനിയർ സിറ്റിസൺ ദർശന ടിക്കറ്റ്, അതുപോലെ തന്നെ SSD ടോക്കൺ. ഇത് നമുക്ക് പെട്ടെന്ന് നമ്മൾ തിരുപ്പതി ദർശനത്തിന് പോവുകയാണെങ്കിൽ താഴെ തിരുപ്പതിയിൽ നിന്നും നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ദർശന ടിക്കറ്റിനെയാണ് സർവദർശന ടോക്കൺ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ശ്രീനിവാസ ദിവ്യാനുഗ്രഹ ടോക്കൺ ടിക്കറ്റുമുണ്ട്. മാത്രമല്ല അംഗപ്രദക്ഷിണ ടിക്കറ്റുണ്ട്. അതുപോലെ തന്നെ നമുക്ക് VIP ബ്രേക്ക് ദർശനത്തിനുള്ള ടിക്കറ്റുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെന്നാൽ 10,000 രൂപ കിട്ടി നമുക്ക് അപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്ത് ദർശനത്തിന് പോകാനും സാധിക്കുന്നതാണ്. ഒരാൾക്ക് 10,000 രൂപ. ഇനി ഇതൊന്നുമല്ലാതെ ഫ്രീ ദർശന ടിക്കറ്റ് അതും നമുക്ക് അവിടെ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും ടിക്കറ്റുകളാണ് നമുക്ക് ഇപ്പോൾ തിരുപ്പതിയിൽ നിലവിൽ ഉള്ളത്. ഇതിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ടിക്കറ്റ് ഉണ്ടെങ്കിലും അല്ല നമുക്ക് പെട്ടെന്ന് നമ്മൾ ദർശനത്തിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് പോയി നോക്കുക. തീർച്ചയായും നമുക്ക് പെട്ടെന്ന് ദർശന മാർഗം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്നാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പെരുമാൾ ക്ഷേത്രം അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. പിന്നീട് നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങി നമുക്ക് ട്രെയിൻ അല്ലെങ്കിൽ കാർ അല്ലെങ്കിൽ ബസ് എന്നിവ മുഖാന്തരം നമുക്ക് തിരുപ്പതിയിലേക്ക് പോകാവുന്നതാണ്. തിരുപ്പതി ദർശനത്തിന് പോകുമ്പോൾ ട്രെയിനിലാണ് പോകുന്നത് എങ്കിൽ തിരുപ്പതിയിലും നമുക്ക് ഇറങ്ങാം, റേണിഗുണ്ട എന്നുള്ള സ്റ്റേഷനിലും നമുക്ക് ഇറങ്ങാവുന്നതാണ്. തിരുപ്പതിയിൽ ഇറങ്ങിയാൽ നമുക്ക് തിരുപ്പതിന് തൊട്ടടുത്ത് തന്നെ, അതായത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ വിഷ്ണു നിവാസം കോംപ്ലക്സ് ഉണ്ട്. അവിടെ റൂമുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്നും ദർശന ടിക്കറ്റും എടുക്കാൻ സാധിക്കും. ഏത് സമയത്താണ് നമുക്ക് സർവദർശന ടോക്കൺ അവിടെ നിന്നും എടുക്കാൻ സാധിക്കുന്നത് എന്നാൽ വൈകുന്നേരം 7 മണി മുതൽക്ക് ദർശന ടോക്കൺ കൊടുത്തു തുടങ്ങുന്നതാണ്. സാധാരണ ദിവസങ്ങളിൽ കൂടുതൽ ടിക്കറ്റും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ വളരെ കുറഞ്ഞ അളവിലുള്ള ടിക്കറ്റുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർവദർശന ടോക്കൺ വേണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4-5 മണിയോടുകൂടി വൈകുന്നേരം 4-5 മണിയോടുകൂടി നമുക്ക് വിഷ്ണു നിവാസം കോംപ്ലക്സിലോ ശ്രീനിവാസം കോംപ്ലക്സിലോ പോയി ചെന്ന് നമുക്ക് ടിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. ഒരാൾക്ക് ഒരു ടിക്കറ്റ് ആധാർ കാർഡ് കാണിച്ചാൽ കിട്ടും. ഇതാണ് പ്രൊസീജിയർ. ഇനി 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് ആവശ്യമില്ല. മറിച്ച് 12 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് വേണം. ഇത് സർവദർശനത്തിനുള്ളത്. ഇനി നമ്മുടെ കയ്യിൽ 300 രൂപ ദർശന ടോക്കൺ ഉണ്ട് എന്നിരിക്കെ നമുക്ക് റൂമുകളെല്ലാം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ റൂം ആവശ്യമാണ് എന്നിരിക്കെ താഴെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം നമുക്ക് അവിടെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ദർശനം ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് പത്മാവതി ദേവി ക്ഷേത്രമാണ്. അത് തിരുപ്പതിയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ബസ് അല്ലെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ നമുക്ക് ജീപ്പ് എന്നിവ മുഖാന്തരം നമുക്ക് അവിടേക്ക് പോകാവുന്നതാണ്. അവിടെ മഹാലക്ഷ്മി സ്വരൂപമാണ് ദേവി നമുക്ക് അനുഗ്രഹം തരുന്നത്. ദേവിയെ തൊഴുതു കഴിഞ്ഞതിനു ശേഷം നമുക്ക് തിരുമലയിലേക്ക് പോകാം. തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലം താഴെയും
തിരുമല എന്ന് പറയുന്നത് നമുക്ക് ഭഗവത് ദർശനത്തിനായിട്ട് പോകുന്ന ക്ഷേത്രവുമാണ്. ഇത് രണ്ടും മാറിപ്പോകരുത്. അപ്പോൾ നമ്മൾ പോകാനായിട്ട് ഉപയോഗിക്കുന്നത് താഴെ നിന്നും ബസ് പോകുന്നുണ്ട്, ജീപ്പ് സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ കാർ സർവീസുകളുണ്ട്. ഇങ്ങനെ നമുക്ക് പോകാം. ഇനി നടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അലിപിരിമേടു, ശ്രീവാരിമേടു എന്നിങ്ങനെ 2 നടപ്പാത വഴികളാണ് ഉള്ളത്. ഇനി ഒരു പക്ഷേ നടന്നു പോകുന്നവർക്ക് അവിടെ നിന്നും ടിക്കറ്റ് വേണം എന്നിരിക്കെ അലിപിരിയിൽ നിന്ന് നമുക്ക് ഭൂദേവി കോംപ്ലക്സ്, അതായത് താഴെ നമ്മൾ അലിപിരിയുടെ തുടക്കത്തിൽ നമ്മൾ ലഗേജ് എല്ലാം വെക്കില്ലേ, അവിടെയാണ് ഭൂദേവി കോംപ്ലക്സ്. അവിടെ നിന്നും നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കാം. രാവിലെ 6 മണി മുതൽക്കാണ് ടിക്കറ്റ് അവിടെ കൊടുത്തു തുടങ്ങുന്നത്. ശ്രീവാരിമേടുവിലാണെങ്കിൽ രാവിലെ 6 മണി മുതൽക്ക് നമുക്ക് നടന്നു പോകുന്ന വഴിയിൽ ഇടയിൽ നമുക്ക് ദിവ്യദർശന ടോക്കൺ എന്ന പേരിൽ ടിക്കറ്റ് നമുക്ക് കൈപ്പറ്റാവുന്നതാണ്. അലിപിരി പാത വഴി നടന്നു പോകുന്നവർ ഏകദേശം ഒരു 9.5 കിലോമീറ്ററോളം നടക്കേണ്ടി വരും. പക്ഷേ ശ്രീവാരിമേടുവിലൂടെയാണ് പോകുന്നത് എങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ 2.5 കിലോമീറ്റർ നടന്നാൽ മതിയാകുന്നതാണ്. പക്ഷേ സ്റ്റെപ്പുകൾ കുത്തനെ ആയത് കാരണം നമുക്കത് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും കൊണ്ടാണ് നടക്കുന്നത് എങ്കിൽ രാവിലെ 6 മണി മുതൽക്ക് ഉച്ച സമയം 2 മണി വരെ മാത്രമേ അതിനായിട്ടുള്ള സമയം നമുക്ക് അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ നടക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ സമയം നമുക്ക് അതിനായിട്ട് മാറ്റിവെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകാനുള്ള വഴികളും പറഞ്ഞു തന്നു. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് താഴെയാണ് റൂം എടുക്കണം എന്നുള്ളതെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷ്ണുനിവാസമോ ശ്രീനിവാസമോ ലഭിക്കും. അല്ല, ജസ്റ്റ് ഫ്രഷ് ആയിട്ട് നമുക്ക് മുകളിലേക്ക് പോകണം, താഴെയുള്ള ക്ഷേത്രങ്ങളെല്ലാം തൊഴുതിട്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രീനിവാസത്തിലും വിഷ്ണുനിവാസത്തിലും കുളിച്ച് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അവിടെ ചെന്ന് നമുക്ക് കുളിച്ച് ഫ്രഷ് ആകാവുന്നതാണ്. വിഷ്ണുനിവാസം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ളതും ശ്രീനിവാസം എന്ന് പറയുന്നത് തിരുപ്പതി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തും ഉള്ളതാണ്. ഇനി അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രവും ഉണ്ട്. അവിടെയും നമുക്ക് ചെന്ന് ദർശനം നടത്തി മുകളിലേക്ക് പോകാം. ഇനി മുകളിൽ ചെന്ന് നമുക്ക് റൂമുകൾ എടുക്കണം, ഓഫ്ലൈനായിട്ടാണ്, പെട്ടെന്ന് നമുക്ക് റൂം ആവശ്യമുണ്ട് എന്നിരിക്കെ നിങ്ങൾ പോകുന്ന സമയം ഒരു 4 മണിക്ക് മുന്നേ എല്ലാം ആണെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് റൂം അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി അഥവാ നമുക്ക് വൈകിയാണ് പോകുന്നത് എന്നിരിക്കെ നമുക്ക് ഒരു 3 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വരും. നിങ്ങൾ നേരെ ജീപ്പിലാണെങ്കിലും ബസ്സിലാണെങ്കിലും അല്ലെ കാറിലാണെങ്കിലും CRO എന്ന് പറയുന്ന ആ ഓഫീസിലേക്ക് ഇറക്കി വിടാൻ പറയുക. അവിടെ ചെന്നാൽ റൂം അലോട്ട്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി നമ്മുടെ കൂടെയുള്ള നമുക്ക് എത്ര റൂം വേണം, ഒരു 3 റൂം വേണമെങ്കിൽ 3 വ്യക്തികൾ നിന്ന് അവരുടെ ആധാർ കാർഡ് കാണിച്ച് നമുക്ക് റൂമിൻ്റെ ആ ഒരു സ്ലിപ്പ് കൈപ്പറ്റാവുന്നതാണ്. 50 രൂപ, 100 രൂപ, 1000 രൂപ എന്നിങ്ങനെ 3 തരത്തിലുള്ള റൂമുകളുണ്ട്. ഏത് റൂമാണോ അവർക്ക് അപ്പോൾ അവിടെ കൺവീനിയൻ്റ് ആയിട്ട് കിട്ടുന്നത് അത് നമുക്ക് അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി അഥവാ മുകളിൽ എന്ന് പറയുമ്പോൾ തിരുമലയിൽ നമുക്ക് ഓൺലൈനായിട്ട് റൂം എടുത്തിട്ടുണ്ട് എങ്കിൽ CR ഓഫീസിൻ്റെ നേരെ എതിർവശത്തുള്ള ഓഫീസിലേക്ക് പോയി നമ്മുടെ ഓൺലൈൻ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് അപ്പോൾ തന്നെ റൂം അലോട്ട്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ നമുക്ക് പോകാവുന്നതാണ്. 50 രൂപ റൂമുകളാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് മാറി കിട്ടും. 100 രൂപയുടെ ആണെങ്കിൽ ക്ഷേത്ര പരിസരത്ത് കിട്ടും. 1000 രൂപയാണെങ്കിൽ ക്ഷേത്രത്തിനോട് തൊട്ടടുത്തുള്ള റൂമുകൾ കിട്ടും. ഇതാണ് അവിടുത്തെ റൂമിൻ്റെ പ്രൊസീജിയർ ഇപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മൾ റൂമെല്ലാം എടുത്തു. ഇനി ദർശനത്തിന് പോകേണ്ട രീതികൾ എങ്ങനെയാണ് അതും കൂടി നമുക്ക് കാണാം. ദർശനത്തിന് പോവാൻ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ ആദ്യം താഴെ പത്മാവതി അമ്മയുടെയും ഗോവിന്ദരാജ പെരുമാളെയും തൊഴുതതിനു ശേഷം മുകളിലേക്ക് വന്നു, റൂം എടുത്തു, കുളിച്ചു, വസ്ത്രം മാറി. നമുക്ക് ഇനി നമ്മുടെ ദർശന ടിക്കറ്റിൽ എത്ര മണിക്കാണ് ദർശനത്തിനുള്ള സമയം തന്നിരിക്കുന്നത് അതിൻ്റെ ഏകദേശം 1-2 മണിക്കൂർ മുന്നേയും പോകാം, അതിനുശേഷവും പോകാം. ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. തിരുപ്പതി ക്ഷേത്രത്തെ സംബന്ധിച്ച് റൂൾസും റെഗുലേഷൻസും എല്ലാം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഒരു പക്ഷേ പെട്ടെന്ന് പറയും നിങ്ങൾക്ക് ദർശന ടിക്കറ്റിൽ ഏത് സമയമാണോ ആ സമയത്ത് മാത്രമേ ഭക്തജനങ്ങൾ വരാൻ പാടുള്ളൂ എന്ന്. ചില സന്ദർഭങ്ങളിൽ പറയും 1-2 മണിക്കൂർ മുന്നോ പിന്നോ നമുക്ക് പോകാമെന്ന്. ഇതെല്ലാം തന്നെ ആ സമയത്തെ റൂൾസ് അനുസരിച്ച് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇപ്പോഴനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മുന്നോ പിന്നോ പോകാവുന്നതാണ്. പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ നേരെ നമുക്ക് അവിടെയുള്ള പുഷ്കരണി തീർത്ഥക്കുളത്തിൽ പോയി കുളിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവിടെ കുളിക്കാം. പുഷ്കരണി തീർത്ഥം എന്ന് പറയുന്നത് ഒരുപാട് ജീവസമാധികൾ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ
തൊട്ടടുത്തായിട്ട് പുഷ്കരണി തീർത്ഥമുണ്ട്. അവിടെ കുളിക്കുകയോ അല്ലെങ്കിൽ കാൽ നനയ്ക്കുകയോ നമ്മൾ തലയിൽ വെള്ളം തെളിക്കുകയോ ചെയ്തു കഴിഞ്ഞതിനു ശേഷം ആ പുഷ്കരണി തീർത്ഥത്തോട് തൊട്ട് അടുത്തുള്ള വരാഹസ്വാമിയെയാണ് നമ്മൾ ആദ്യം പോയി തൊഴുതേണ്ടത്. കാരണം പത്മാവതി ദേവിയെ വിവാഹം കഴിച്ച് ശ്രീനിവാസ മംഗാപുരത്തിരുന്ന് അവിടെ നിന്നും തിരുമലയിലേക്ക് വന്ന നമ്മുടെ പെരുമാൾക്കും പത്മാവതി ദേവിക്കും അവിടെ ക്ഷേത്രം പണിയുവാനുള്ള സ്ഥലം കൊടുത്തത് വരാഹമൂർത്തിയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം അനുവാദം വാങ്ങിക്കേണ്ടതും തൊഴുതേണ്ടതും വരാഹമൂർത്തിയെയാണ്. വരാഹമൂർത്തിയുടെ ക്ഷേത്രനട രാത്രി 9 മണിക്കെല്ലാം അടയ്ക്കും. രാവിലെ 5:30-6 മണി സമയത്താണ് തുറക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഓർത്തു വെക്കേണ്ടത്. നമ്മൾ അവിടെ തൊഴുതു കഴിഞ്ഞതിനു ശേഷം നേരെ നമുക്ക് വരികളിലേക്ക് ജോയിൻ ചെയ്യാം. ഫ്രീ ദർശനത്തിനുള്ള വരിയിലേക്കാണ് പോകേണ്ടത് എങ്കിൽ നമുക്ക് അവിടെ നിന്നും ജീപ്പ് എടുത്തിട്ട് വേണം പോകാൻ. കാരണം ഒരുപാട് ദൂരം നടക്കാനുണ്ടാകും. അതുപോലെ SSD ടോക്കൺ ആണെങ്കിലും നമുക്ക് ജീപ്പിലോ കാറിലോ ആണ് പോകേണ്ടത്. അതേ സമയത്ത് 300 രൂപയുടെയോ 500 രൂപയുടെയോ 1000 രൂപയുടെയോ ദർശന ടിക്കറ്റ് ആണ് എന്നിരിക്കെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ തൊട്ട് സൈഡിലൂടെ നമുക്ക് ചോദിച്ചാൽ 300 രൂപയുടെ ദർശന ടിക്കറ്റ് എവിടെയാണ് നമുക്ക് വരിയിൽ നിൽക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നമുക്ക് അവിടെ ചെന്ന് നിന്നാൽ മതി. എങ്കിലും നമുക്ക് ഏകദേശം ഒരു 2.5-3 മണിക്കൂർ സമയം കണക്കിലാക്കാവുന്നതാണ് 300 രൂപയുടെ ദർശനത്തിന്. ഇനി താഴെ നിന്നും ദർശന ടോക്കൺ വാങ്ങിയുള്ള ആ ദർശനമാണ് പോകുന്നത് എങ്കിൽ കുറഞ്ഞത് 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയും, അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ദർശനം ടിക്കറ്റുകളൊന്നും ഇല്ലാതെ വരിയിൽ ചെന്നു നിന്ന് നമുക്ക് ദർശനത്തിന് പോകുന്നതാണെങ്കിൽ ഇന്ന് വരെയുള്ള നിലവാരം അനുസരിച്ച് 21 മണിക്കൂറാണ് ദർശനത്തിനായിട്ടുള്ള സമയം എടുക്കുന്നത്. അതുപോലെ തന്നെ 500 രൂപയുടെ ദർശനവും 300 രൂപയുടെ ദർശനവും എല്ലാം ഒരേ സമയമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് വരിയിൽ പോയി നിൽക്കേണ്ടത്, നമുക്ക് എവിടെയാണ് പോവേണ്ടതെന്നെല്ലാം കണ്ടു. ഇനി നമുക്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദർശനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ചും കൂടി കാണാം. നമ്മൾ ആദ്യം വരിയിൽ നിന്ന് അകത്തേക്ക് പോകുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ, അതായത് ഗോപുരത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് 300, 500 അതുപോലെ തന്നെ 1000 രൂപയുടെ കല്യാണോത്സവ ടിക്കറ്റ് ഇവയെല്ലാം തന്നെ ഒരുമിച്ചാണ് ആകുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ കുറച്ച് തിരക്കുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഗോപുരത്തിൻ്റെ മുന്നിൽ ചെന്ന് ഗോപുരത്തിനകത്തേക്ക് കയറുമ്പോൾ ആകാശഗംഗാ തീർത്ഥം ഗോപുരത്തിൻ്റെ മുന്നിലൂടെ ചെറിയ ഒരു നേരിയ തോതിൽ ഒന്ന് ഒഴുകുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. അവിടെ കാൽ നനയ്ക്കുക. ഒരു 4-5 സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വലതുഭാഗത്ത്, നമ്മൾ പോകുന്നതിൻ്റെ വലതുഭാഗത്ത് ഒരു ദണ്ട് തൂക്കിയിട്ടിട്ടുണ്ടാകും. ആ ദണ്ടാണ് ഭഗവാന്റെ താടിയിൽ തട്ടി, അത് അനന്താൾവാരുടെ ദണ്ടാണ്. ആ ദണ്ട് ഭഗവാന്റെ താടിയിൽ തട്ടി അവിടെ നിന്നും പൊടിയുന്ന രക്തം നിർത്തുവാൻ വേണ്ടിയാണ് ഭഗവാന് ഇപ്പോഴും പച്ചക്കർപ്പൂരം വെച്ചിരിക്കുന്നത്. നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും ഈ കഥകളെല്ലാം അറിയാവുന്നതാണ്. ഇനി അവിടെ നിന്നും നമ്മൾ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് 3 വരികളായിട്ടാണ് ദർശനത്തിലേക്ക് വിടുന്നത്. ആദ്യം നമുക്ക് ക്ഷേത്രപാലകരെ തൊഴുത് അകത്തേക്ക് കടന്ന് ഗരുഡ ഭഗവാനെ തൊഴുത്. ഗരുഡ ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ ജയവിജയന്മാരുണ്ടാകും. ജയവിജയന്മാരെ തൊഴുതു കഴിഞ്ഞ ഉടൻ നേരെ നമ്മൾ നോക്കുന്നത് ഭഗവാനെയാണ്. തിരക്കുകൾ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഒന്ന് കാണുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് തിരുപ്പതി ദർശനത്തിന് പോകുന്നവരാണെങ്കിൽ താഴെ ഭഗവാന്റെ തിരുപാദത്തിൽ നിന്നും മുകളിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കങ്ങനെ പെട്ടെന്ന് പറ്റില്ല എങ്കിലും കഴിവതും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരിക്കലും കണ്ണുകൾ അടച്ച് ഭഗവാനെ ദർശനം ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ഭഗവാൻ തന്ന ഒരു അനുഗ്രഹമാണ് 1 സെക്കൻഡ് മാത്രമുള്ള ഈ ദർശന നേരം. നമ്മൾ ഈ 1 സെക്കൻഡ് കാണുവാൻ വേണ്ടിയാണ് ഇത്രയും സമയം കാത്ത് വരിയിൽ നിന്ന് ഭഗവാനെ ദർശനം ചെയ്യുവാനായിട്ട് ശ്രീകോവിലിനകത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ണുകൾ തുറന്ന് ഭഗവാനെ, നിങ്ങൾക്ക് ഭഗവാനിൽ എന്തെല്ലാം കാണാൻ സാധിക്കുമോ, ഭഗവാന്റെ ആഭരണങ്ങൾ, ശംഖ്, ചക്രം, അതുപോലെ തന്നെ ഭഗവാന്റെ മാലകൾ, ഇവയെല്ലാം നമ്മൾ കൺകുളിർക്കെ കാണാം. അവിടുത്തെ സേവാ ആൾക്കാർ നമ്മളെ പെട്ടെന്ന് മാറ്റുന്നതായിരിക്കും. ആ മാറ്റുന്നതിന് മുന്നേ നമുക്ക് ഭഗവാനെ ദർശനം ചെയ്യാം. ഇങ്ങനെ ദർശനം ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ നമ്മുടെ ഇടതുഭാഗത്ത് വരദരാജ പെരുമാൾ ഉണ്ടാകും. വരദരാജ പെരുമാളിനെയും തൊഴുത് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വലതുവശത്തായിട്ട് സ്വർഗ്ഗവാതിലുണ്ടാകും. വൈകുണ്ഠ ഏകാദശി ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന സ്വർഗ്ഗവാതിൽ. അവിടെ നമ്മൾ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇരുന്ന് നമുക്ക് ഏത് രൂപത്തിലാണോ ഭഗവാനെ നമ്മൾ കണ്ടത് ആ രൂപം നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാനോട് പറയാവുന്നതാണ്. കാരണം ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. നിങ്ങൾ
ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഓർക്കുക, നിങ്ങൾ ഉള്ളിൽ വെച്ച് ഭഗവാനെ ദർശനം ചെയ്തത് നിങ്ങൾ അവിടെ ഇരുന്ന് ആ ധ്യാനം ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ദർശനം ചെയ്ത കാര്യം ആ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഏത് രൂപമാണ്, എന്തെല്ലാം കൈകളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല. ഇതൊരുപാട് പേരുടെ അനുഭവമാണ്. ഇങ്ങനെ ധ്യാനം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുകളിലേക്ക്, അതായത് വരദരാജ പെരുമാളിൻ്റെ തൊട്ടടുത്തുള്ള മുകളിലേക്ക് കയറിയാൽ തീർത്ഥം ജടായു വാങ്ങി നമുക്ക് താഴെ ഇറങ്ങാം. താഴെ ഇറങ്ങി ഭഗവാന്റെ ആ വിഗ്രഹത്തിന് തൊട്ടു പിറകിൽ നമുക്ക് അവിടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നമുക്ക് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർ മുകളിൽ നോക്കി പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് വിമാന വെങ്കിടേശ ഭഗവാൻ. അവിടെയും തൊഴുതു കഴിഞ്ഞതിനു ശേഷം നമുക്ക് യോഗ നരസിംഹരെ തൊഴുതാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ഭഗവാനെ തൊഴുത് പരിമേളക്കല്ലിൽ എഴുതാം. പക്ഷേ പകൽ സമയങ്ങളിലാണെങ്കിൽ അവിടെ കയർ കെട്ടി വെക്കുന്നതാണ് പതിവ്. അതുപോലെ തന്നെ അവിടെ കുബേര തൂണുണ്ട്, അവിടെയും ഇപ്പോൾ കയർ കെട്ടി വെച്ചിട്ടുണ്ട്, അവിടെയും ഇപ്പോൾ തൊഴുതാൻ വിടുന്നില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ലഡു പ്രസാദമായിട്ട് കിട്ടും. വ്യാഴാഴ്ചയാണെങ്കിൽ പുളിയോദര പ്രസാദമായിട്ട് കിട്ടും. അത് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തേക്ക് വരാവുന്നതാണ്. ഇതാണ് ശരിയായ രീതിയിലുള്ള തിരുപ്പതി ദർശനം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അവിടെയുള്ള ബഹുളാദേവിയുടെ സന്നിധി, ശ്രീ രാമാനുജർ സന്നിധി, ഹനുമാൻ സന്നിധി എന്നിവിടെയെല്ലാം പോയി തൊഴുതാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അവിടെ എത്ര സമയം ചിലവഴിക്കാൻ ആഗ്രഹമുണ്ടോ അത്രയും സമയം നമുക്ക് ചിലവഴിക്കാം. കൂടുതൽ സമയവും തിരുപ്പതിയിൽ ചിലവഴിക്കുന്നത് വളരെ നല്ലതാണ്. ചന്ദ്രഭഗവാന്റെ ആധിക്യം കൂടുതലായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് തിരുപ്പതി തിരുമല എന്ന് പറയുന്ന ഈ ക്ഷേത്രം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അവിടെയുള്ള ആകാശഗംഗ, അവിടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. അതുപോലെ തന്നെ ഭഗവാന്റെ ശിലാതോരണം കാണുവാനായിട്ട് പോകാം. ഇതെല്ലാം മുകളിലേക്ക് പോകുന്ന വഴിയിലാണ്. ജീപ്പ് സർവീസുകൾ മാത്രമേ മുകളിലേക്ക് പോകുന്നുള്ളൂ. 5 സ്ഥലങ്ങളാണ് അവർ നമുക്ക് അവിടെ പോകുമ്പോൾ കാണിച്ചു തരുന്നത്. ഇത് കാണാൻ സമയമുണ്ട്, താല്പര്യമുണ്ട് എന്നിരിക്കെ നിങ്ങൾക്ക് അവിടെ ചെന്ന് കാണാവുന്നതാണ്. ഒരു ദിവസം സമയം നമുക്ക് അതിനായിട്ട് എക്സ്ട്രാ മാറ്റി വെക്കേണ്ടി വരുന്നതാണ്. അതിനു മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ക്ഷേത്ര ദർശനം നടത്തുന്ന എല്ലാവരും അന്നദാനം കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. ക്ഷേത്രത്തിൻ്റെ തൊട്ടരികിൽ തന്നെയാണ് അന്നദാനം കൊടുക്കുന്നത്. പറക്കാമണി മണ്ഡപത്തിൻ്റെ നേരെതിർവശത്താണ് അന്നദാന മണ്ഡപം. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം വരിയിൽ നിൽക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. കാരണം 3ഉം 4ഉം നിലകളിലായിട്ടാണ് അന്നദാനം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ആ ഒരു ചെറിയ നടന്നു പോകേണ്ട ദൂരം മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അന്നദാനം കിട്ടുന്നതായിരിക്കും. ഭഗവാന്റെ പ്രസാദം കിട്ടുന്നത് തന്നെ വളരെയധികം പുണ്യമാണ്. അപ്പോൾ നമുക്ക് അന്നദാനവും കഴിച്ച് നമുക്ക് അവിടെ നിന്ന് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്കതെല്ലാം വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഒരു ടിക്കറ്റിന് ലഡു ഒരെണ്ണം കിട്ടും. എക്സ്ട്രാ ലഡു വേണമെങ്കിലും കിട്ടും. അതുപോലെ തന്നെ ഭഗവാന്റെ കഴുത്തിൽ ചാർത്തിരിക്കുന്ന മാലകളെടുത്ത് ചന്ദനത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അതും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കുവാനായിട്ട് കിട്ടുന്നതാണ്. സീനിയർ സിറ്റിസനുള്ള ദർശനമാണെങ്കിൽ, സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ദർശനമാണ്. അത് 3 മണിക്ക് ശേഷമാണ് നമുക്ക് അനുവദിക്കുന്നത്. അതുപോലെ തന്നെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ കുട്ടിക്കും കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ദർശനത്തിന് പോകാനുള്ള അനുമതിയുണ്ട്. നമുക്ക് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ മാത്രം മതിയാകുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തിരുപ്പതി ദർശനം എങ്ങനെ നടത്താം, എന്തെല്ലാം ശ്രദ്ധിക്കണം അവിടെ ചെല്ലുമ്പോൾ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. മൊബൈൽ ഫോണുകളെല്ലാം നമുക്ക് ലോക്കറിൽ കൊടുക്കാവുന്നതാണ്. ലഗേജുകളും മൊബൈൽ ഫോണുകളും സൂക്ഷിക്കാനുള്ള കൗണ്ടറുകളുണ്ട്. ആ ടോക്കൺ നമുക്ക് വളരെയധികം ഭദ്രമായി സൂക്ഷിച്ചാൽ മാത്രം മതി. നമുക്കത് തിരികെ പെട്ടെന്ന് എടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ചുരിദാർ ഇടാം, അതുപോലെ തന്നെ സാരി, അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിൽ പാൻറ്റും ഷർട്ടും മുണ്ടും ഷർട്ടും എല്ലാം ഇടാവുന്നതാണ്. ഇതെല്ലാമാണ് നമ്മൾ തിരുപ്പതി തിരുമലയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ധൈര്യമായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഭഗവത് ദർശനം ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുക. നമ്മൾ തിരുപ്പതി തിരുമലയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് കേൾക്കുവാനുള്ള താല്പര്യമുണ്ടാകുമോ എന്നെനിക്ക് അറിയില്ല. അതുകാരണമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗോവിന്ദ എന്ന് കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.